ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നന്നായിട്ട് ചിരിച്ചുകൂടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ചിരിമുട്ട തയ്യാറാക്കാനായിട്ടാണ്. മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ചിരിമുട്ട ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിലൊരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ മനസ്സും നിറയും വയറും നിറയും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യണേ. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു പച്ചമുളകും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തക്കാളിക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി അങ്ങ് ഒരുപാട് അങ്ങ് വഴറ്റി കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ അളവിൽ തന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പൊടികളുടെ അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ച് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഈ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിരുന്ന് ഡ്രൈ ആയി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. വലിയ ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ബ്രെഡും പിന്നെ മുട്ടയും. അപ്പോൾ 6 ബ്രെഡ് എടുത്തത് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഈ ബാക്കി വന്ന് ഇത് കളയല്ലേ, ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ എടുത്ത് കാണിക്കാം ഇതെങ്ങനെയായിരിക്കുന്നതെന്ന്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. റൗണ്ട് ഷേപ്പിൽ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ 6 ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ. ഇനി അതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ ആ സൈഡിലത്തെ, അതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 മുട്ട പൊട്ടിച്ചത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ആ ബ്രെഡിൻ്റെ പൊടിയാണിത്. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അത് ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിരിമുട്ടയിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു 3 മുട്ടയാണ്. നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ആ മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലേക്ക് ഇതുപോലെ 2 സൈഡ് നന്നായിട്ട് ആ സൈഡിലൊക്കെ നന്നായിട്ട് ബ്രെഡ് പൊടി പിടിക്കണം. അതുപോലെ നന്നായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കണം. ഇത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് പീസും കൂടി എടുത്തിട്ട് ഇതുപോലെ വീണ്ടും മുട്ടയിൽ മുക്കി കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ബ്രെഡ് പൊടിയിൽ 2 സൈഡും നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും നമുക്കിത് രണ്ടും കൂടി ഒരുപോലെ മുട്ടയിൽ വീണ്ടും മുക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ബ്രെഡ് പൊടിയിലിട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് എല്ലാ സൈഡിലും ബ്രെഡ് പൊടി പിടിക്കത്തക്ക രീതിയിൽ വേണം ബ്രെഡിലിട്ട് മുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ എല്ലാം ഞാനൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. മൊത്തം 6 ബ്രെഡ് അല്ലായിരുന്നു. അപ്പോൾ 6 ബ്രെഡും നമ്മൾ മുക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലാക്കി ഇടണം കേട്ടോ. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആ അടിയിൽ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് പതിയെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ചിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കരിഞ്ഞു പോകാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും. ഇപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. നല്ലതായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തേതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുട്ടയും ആ ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റ് ഇത് കഴിക്കാൻ കേട്ടോ. വെറുതെ പറയുന്നതല്ല. ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് 2 ബ്രെഡ് നമ്മൾ ചേർത്ത് വെക്കത്തില്ല, ആ നടുക്ക് ഭാഗത്തൂടി നമുക്ക് ഒന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ട് മുറിച്ച് കൊടുക്കല്ലേ, കുറച്ച് മാത്രം ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആ മസാല തയ്യാറാക്കില്ല, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്തു. എല്ലാം എന്ന് പറയാനില്ല, 3 നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ. അത് 3 നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയുകയാണ്, ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.